നമസ്കാരം. എല്ലാ വർഷവും ജൂലൈ 1 തീയതി ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ ഡോക്ടറും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന ബി.സി. റോയ്, ബിധാൻ ചന്ദ്ര റോയിയുടെ ജനനദിനവും ചരമദിനവുമാണ് ജൂലൈ 1 തീയതി. 1882 ജൂലൈ 1 ജനിച്ച് 1962 ജൂലൈ 1 അദ്ദേഹം ചരമമടയുന്നത്. ഒരു പ്രഗത്ഭ ഡോക്ടറായിരുന്ന രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും വലിയ സംഭാവനകൾ നൽകിയ ഡോക്ടർ ബി.സി. റോയിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ ഡോക്ടേഴ്സ് ഡേയുടെ പ്രമേയം ബിഹൈൻഡ് ദ മാസ്ക് ഹൂ വിൽ ഹീൽ ദ ഹീലർ എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ആര് പരിഹരിക്കും എന്നുള്ളതാണ് ഈ ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുറച്ചുനാൾ മുൻപ് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 75 വയസ്സാവുമ്പോൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ശരാശരി ആയുർദൈർഘ്യം 62 വയസ്സാണെന്ന് കണ്ടെത്തി. തങ്ങൾ ചികിത്സിക്കുന്ന രോഗികളെക്കാൾ 13 വർഷങ്ങൾക്ക് മുൻപേ ഡോക്ടർമാർ മരിച്ചു പോകുന്നു എന്നത് വളരെ ഞെട്ടലോടെയാണ് ലോകം തിരിച്ചറിഞ്ഞത്. 45 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ മരണം സംഭവിക്കുന്നത്. ഇതിൽ 27% ഹൃദയാഘാതം മൂലവും 25% ക്യാൻസർ മൂലവുമാണ് മരണം നടക്കുന്നത്. ഡോക്ടർമാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഇത്തരം വശങ്ങളെല്ലാം ചേർന്ന് മനസ്സിലൊരു മടുപ്പ് സൃഷ്ടിക്കുകയും ഒരു എരിഞ്ഞടങ്ങൽ അഥവാ ബേൺ ഔട്ട് എന്നൊരവസ്ഥ സംജാതമാക്കുകയും അതവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ തകർക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഒട്ടേറെ ഡോക്ടർമാരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദരോഗവും ആത്മഹത്യയും അടക്കം സംഭവിച്ചതായിട്ടും ഈ പഠനം വിലയിരുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം സമൂഹം അവർക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവർ വിശ്രമിക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, എപ്പോൾ രോഗി വന്നാലും ആ രോഗിയെ ചികിത്സിക്കാൻ സന്നദ്ധരായിരിക്കണം തുടങ്ങിയവയൊക്കെയാണ് പരമ്പരാഗത രീതികൾ. ഒരുപക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഡോക്ടർമാർ കുറവുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമീപനത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. അക്കാലത്ത് ഡോക്ടർമാർ വലിയ തോതിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു കാലമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഓരോ ചതുരശ്ര അടിയിലും ഒന്നിലധികം ഡോക്ടർമാരുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമീപനത്തിന് വലിയ പ്രസക്തിയില്ല. ഡോക്ടർമാർ കൃത്യസമയത്ത് ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി രോഗി പരിചരണം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. കാരണം ആരോഗ്യമില്ലാത്ത ഒരു ഡോക്ടർ രോഗി പരിചരണത്തിൽ പിഴവുകൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർമാരുടെ ആരോഗ്യത്തിന് വേണ്ടി സമൂഹം ഒന്നടങ്കം പ്രതിജ്ഞാബദ്ധരാകാം.